ഡിയർ ടീച്ചർ, ഞാൻ അങ്ങയുടെ ഒരു ആരാധികയാണ്. എന്റെ പേര് ബാല. ബാല? ബാല, നീ എവിടുന്നാ? എടി ബാല, നീ ഇതെവിടുന്നാ? നിങ്ങളുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഇവിടുന്നോ? ബസ് സ്റ്റാൻഡിന്നോ? എപ്പത്തെ ഈ രാത്രിയില് ഇങ്ങനെ അറിയിക്കാതെ? ഇവിടെ നല്ല സുഖം. കുറച്ച് പൂവാലന്മാര് അവിടെ ഇവിടെ ഒക്കെ പാത്ത് നിപ്പുണ്ട്. നീ അനങ്ങരുത്, അവിടെ തന്നെ ഇരി, ഞങ്ങൾ ഇപ്പൊ വരും. എന്ത് പണിയാ നീ കാണിച്ചത്? അറിയിക്കാതെ വന്ന എന്തിനാ? അയ്യോ, എന്തൊരു കോല ഇത്! എപ്പോ തുടങ്ങി വേഷങ്ങളൊക്കെ ഇടാൻ? അയ്യോ, മുടിയൊക്കെ വെടിച്ചത് കണ്ടില്ല വിനേട്ടാ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നിനക്ക് ഇണങ്ങുന്നേ ഇല്ല. പഴയ കോലായിരുന്നു നല്ലത്. എനിക്കറിയാം തനിക്കിതൊന്നും ഇഷ്ടപ്പെടില്ലാന്ന്. താൻ ഇന്ന് ഒരു പഴഞ്ചൻ തന്നെയാ. വിനേട്ടാ, ഞാൻ എങ്ങനെയുണ്ട്? കൊള്ളാവോ? കലക്കി 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 കലക്കി. ആളുകൾ കണ്ണിന് മുമ്പ് കാറി കയറി വാ. നീ എന്താ പെട്ടെന്ന് വരാൻ കാര്യം? ചുമ്മാ ഒരു സർപ്രൈസ്. അതൊന്നുമില്ല. എന്താ സ്കൂളിൽ വല്ല പ്രശ്നം ഉണ്ടാക്കി? ഹേയ്, അതെ, +2 ക്ലാസ് എങ്ങനെ? പിള്ളേരെ ഒരു വിധത്തിലാക്കിയോ? ആക്കി വരുന്നു. വിനയനൊരു മാഷായി അറിഞ്ഞതും TC വാങ്ങി ഇവിടെ വന്ന് ചേർന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. അതിനാണ് വന്നത്? അല്ല, പിന്നെ നിങ്ങൾക്കിടയിൽ രസക്കേടുകൾ ഉണ്ടാക്കാൻ. നമുക്കേ വല്ല ഒച്ച ഉണ്ടാക്കി നമ്പേരേട്ടിനെ വിളിച്ചോർത്താം. വേണ്ട, വാ. എന്താ ഇടപെടിന്ന് വരാൻ കാര്യം? ഇതെന്ത് കഷ്ടാ! വന്ന് കേറിയില്ല, കഴിച്ചില്ല, കുളിച്ചില്ല. അതിനു മുൻപ് അപ്പൊ നീ ഒന്നും കഴിച്ചില്ലേ? ഇല്ലെന്നെ, വിശക്കുന്ന വേഗം എടുത്തു വെക്ക്. വിനേട്ടാ, അവളൊന്നും കഴിച്ചില്ലെന്ന്. എന്താ കൊടുക്ക? 5 മിനിറ്റ് ഞാൻ ഉണ്ടാക്കാം. വേമ്പ കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാം. കുളിയൊക്കെ പിന്നെ ആദ്യം കഴിച്ചിട്ട്. നാറുന്നുണ്ട് നിന്റെ. പോയി കുളിച്ചിട്ട് വാ. പിന്നെ കുളിച്ചോളാം. ബാല, ഭക്ഷണം ഉണ്ടാക്കാൻ 5 മിനിറ്റ് ആകും. അതായി കുളിക്കാൻ പറയണേ. ഓ, അത് ശരി. ഞാനും സഹായിക്കാൻ. നിന്റെ സഹായം ഒന്നും എനിക്ക് വേണ്ട. ഇപ്പൊ എന്താ ഉണ്ടാക്ക? അതൊന്നും നീ അറിയണ്ട. നീ അവൾക്ക് സ്റ്റൗവില് സോപ്പൊക്കെ എടുത്തു കൊടുക്ക. ഞാൻ അവളോട് ഇഞ്ചയില്ലേ? ഇഞ്ച ഉണ്ട്. വേണോ? അയ്യേ, തനിക്ക് ഇപ്പോഴും ഇഞ്ച തേച്ച കുളിയൊക്കെ ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ. അമ്മ ശീലിപ്പിച്ചു തന്നതൊക്കെ ഞാൻ ചാകുന്നവരെ മറക്കില്ല. അതൊക്കെ നിന്നെ പഠിപ്പിച്ചു തരാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമേ ഉള്ളൂ എനിക്ക്. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല അതൊക്കെ ശീലിക്കാൻ. ചെല്ല്. വിനേട്ടാ, അവിടെ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ ബനിയനും ടീഷർട്ടും ഒക്കെയാ. അവർക്ക് ചേരുന്നുണ്ട് അതൊക്കെ? പിന്നെ ആ മുടി മുറിച്ചതോ? അതും കൊള്ളാലോ. നാളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം. ചുരിദാർ എടുത്താൽ മതി. നീ നിർബന്ധിച്ചോണ്ടേയിരിക്കും. എന്നാലും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വിനേട്ടം വാങ്ങിച്ചു കൊടുക്കണം. നീ എന്താ ഇങ്ങനെ? നീ ആ ചേച്ചി ചേച്ചി എന്നുള്ള ഉടുപ്പെടുത്തുകളാ. എനിക്ക് ആകെപ്പാടൊരു വെപ്രാളം. എന്തിനാ അവള് പെട്ടെന്ന് വന്നേന്ന്? ഒരു വെപ്രാളവും വേണ്ട, അവള് പറയും. എടോ സിന്ധു ചേച്ചി, താനെന്തിനാ എന്റെ ബാഗൊക്കെ പരിശോധിച്ചേ? ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നതല്ലേ, വല്ല കഞ്ചാവോ ഹാഷിഷോ ഒക്കെ ഉണ്ടോ നോക്കാൻ. ഉണ്ടല്ലോ, വേണോ? ഈ ചേച്ചി നാളെ ഓഫീസിൽ പോട്ടെ, എന്നിട്ട് വേണേ നോക്ക് കൂടാം. ചുമ്മാ സിന്ധു ചേച്ചി ടെൻഷൻ അടുപ്പിക്കാതെ ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം. നോ പറഞ്ഞ് എന്നെ ടെൻഷൻ അടുപ്പിക്കരുത്. ആദ്യം നീ കാര്യം പറ. ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. മുന്നൂറ് പേരുണ്ടായിരുന്നു ടെസ്റ്റ് എഴുതാൻ. 3 ആൾക്ക് സെലക്ഷൻ കിട്ടി. അതിലൊന്ന് ഞാൻ. അവിടെ പോയി 2 വർഷം സ്റ്റൈപ്പൻഡോട് ട്രെയിനിങ്. അത് കഴിഞ്ഞ് 3 വർഷം അവിടെ ജോലി ചെയ്യണം. അത് കഴിഞ്ഞ് വേണേ തിരിച്ചു വരാം, അല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഗുഡ് ലിവിംഗ്, ഗുഡ് സാലറി. 2 ആഴ്ചക്കകം കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഫോണിൽ കൂടി പറഞ്ഞ് സിന്ധു ചേച്ചി സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ടാ നേരിട്ട് വന്ന്. നേരിട്ട് വന്നാലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഒറ്റയ്ക്ക് അമേരിക്ക പോവല്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ ആ ടെസ്റ്റ് ചെയ്തത്? പോകാൻ കണ്ട ഒരു സ്ഥലേ അമേരിക്ക. അവിടെ പോയിട്ട് എന്തിനാ? കണ്ട സായിപ്പന്മാർക്ക് തൊട്ട് നോക്കാൻ നിന്ന് കൊടുക്കാനോ? എന്നിട്ട് നീ എപ്പോ വരാൻ? അവിടെ പോയവരാരെങ്കിലും മതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടോ? ചത്താലും ഞാൻ സമ്മതിക്കില്ല, നിനക്കറിയാലോ. പിന്നെ എന്തിനാ ഓടിപ്പിടിച്ചോട്ട് വന്നത്? നീ ഇവിടെ എത്ര ദിവസം ഉണ്ട്? 4 ദിവസം. അതിനിടയ്ക്ക് ഇനി ഈ വർത്താനം ഇവിടെ പറഞ്ഞു പോയേക്കരുത്. പറഞ്ഞേക്കാം. ഡിയർ ടീച്ചർ, എന്നെ ഒന്ന് സഹായിക്കാവോ? എങ്ങനെ? ഭാര്യയോടൊന്ന് പറയാവോ? ഓംലെറ്റ് എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചത് എന്നെ സഹായിക്കാൻ പറ്റുമെന്നാ. എങ്ങനെ?
ഭാര്യയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നീ കഴിക്കുന്നില്ലേ? വേണ്ട. ഏയ് വാ. അവളുടെ വകുപ്പുകളിൽ കൈ കടത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. പുള്ളിക്കാരി നാളെ സമ്മതിക്കും, നോക്കിയോ. നാളെയല്ല, 1000 നാളുകൾ കഴിഞ്ഞാലും അവൾ സമ്മതിക്കില്ല. കാരണം? കാരണം അവളൊരു പഴഞ്ചനായതുകൊണ്ട്. എങ്ങനെ ഒത്തുപോന്നു? അതോ, ഞാനും ഒരു പഴഞ്ചനല്ലേ? നോ, യു ആർ നോട്ട്. നോക്കട്ടെ, ഞാൻ എന്റേതായ വഴി കണ്ടുപിടിക്കും. മറ്റുള്ളവർക്കത് വിഡ്ഢിത്തമായി തോന്നാം, അബദ്ധമായി തോന്നാം, തെറ്റായും തോന്നാം. എന്നാലും ഞാൻ ശ്രമിക്കും. ശ്രമിച്ചോളൂ. പക്ഷെ ബാല അമേരിക്കയിൽ പോകില്ല. കാരണം? കാരണം സിന്ധുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അവൾക്ക് ബാലയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. ബാലയ്ക്ക് അവളെ ഇഷ്ടമായതുകൊണ്ട്. ഈ ബുക്കുകളിൽ എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളെ ലംഘിക്കാം. പക്ഷെ ഈ സ്നേഹ നിയമങ്ങളെ ലംഘിക്കാൻ വലിയ പാടാ. നമുക്ക് അവൾ എന്തോ ചെയ്യുന്നെന്ന് നോക്കാം. പിണങ്ങിക്കിടക്കുക. വിഷമഘട്ടത്തിൽ ഞാൻ എപ്പോഴും അവളോടൊപ്പം ഉണ്ടാകണം. സോ ഐ എം ഗോയിങ് ടു ഗിവ് ഹർ കമ്പനി. അതുകൊണ്ട് സുഖമായിട്ട് പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അവൾ അമേരിക്കയിലേക്ക് പോയി ഉറങ്ങാൻ. പോയി കിടന്നോ മിനേട്ട? ഞാൻ ഇന്ന് അവളുടെ കൂടെ കിടന്നോട്ടെ? മിനേട്ടന് എന്നോട് വല്ലതും തോന്നോ? ഏയ്, സത്യം സത്യം. പക്ഷെ എനിക്ക് ഉറക്കാൻ പറ്റില്ല. എന്നാ ഞാൻ കുറച്ചു നേരം അവളുടെ കൂടെ കിടന്നിട്ട് വരാം. തീർച്ച? തീർച്ച. ഐ ലവ് യു. ഒരാള് കമ്പനി തരാൻ അങ്ങോട്ട് വന്നല്ലോ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പോയി കിടന്നോ. പോയി കിടന്നോളൂന്നേ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എങ്ങോട്ടും പോകുന്നില്ലെന്ന് പറഞ്ഞ? ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നില്ലാന്ന്. സത്യാണോ? സത്യം. നെഞ്ചത്തെന്തോ എടുത്തു വെച്ചതുപോലെ പോയായിരുന്നു. എന്നിട്ടത് പോയോ? പോയി. എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? കിടക്ക്. നിന്നെ വിട്ട് പിരിയാൻ എനിക്ക് മേലാ ബാലെ. അതുകൊണ്ടാ. തന്നെ വിട്ട് പിരിയാൻ എനിക്കും മേലടോ. ചേച്ചി, ഇന്നിവിടെ കിടക്കാവോ എന്റെ കൂടെ? രാവിലെ വരെ.